നമസ്കാരം. ഇന്ത്യക്ക് തുർക്കിയോട് ഇപ്പോൾ കടുത്ത അമർഷമാണുള്ളത് എന്നത് പറയാതെ തന്നെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാനെ രഹസ്യമായും പരസ്യമായും സഹായിച്ച, ഇന്ത്യയോട് വെറിയുണ്ട് എന്ന് തെളിയിച്ച രാജ്യം. അതിശക്തമായ ഭൂചലനത്തിൽ തുർക്കി ആടി ഉലഞ്ഞപ്പോൾ ചേർത്ത് നിർത്തിയ ഇന്ത്യയോട് കാണിച്ച കൊടുംചതി ഒരു കാലത്തും മറക്കാനാകില്ല. ശക്തമായ ഭൂചലനത്തിൽ തുർക്കി ആടി ഉലഞ്ഞപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയാണെന്ന് അവർ മറന്നു. പഹൽഗാം കൂട്ടക്കൊലയോടെ ഇന്ത്യയെ വീണ്ടും പ്രകോപിച്ചു തുടങ്ങിയ പാകിസ്ഥാന് ആയുധബലവും ആൾബലവും നൽകി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ തുർക്കി. ഇതെല്ലാം കൊണ്ട് തന്നെ രാജ്യം ആവശ്യപ്പെടും മുൻപ് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ തുർക്കിയെ കൈവെടിയാനുള്ള തീരുമാനങ്ങൾ എടുത്തു. തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ വേണ്ട എന്ന് വ്യാപാരികൾ തീരുമാനിക്കുന്നു. അസർബൈജാൻ, തുർക്കി എന്നീ ഡെസ്റ്റിനേഷനുകൾ ഇന്ത്യൻ ജനത അപ്പാടെ തള്ളിക്കളയുന്നു. കരാറുകൾ മരവിപ്പിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു കേന്ദ്രത്തോട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളാണ് തുർക്കിക്കെതിരെ ഉണ്ടായത്. പാകിസ്ഥാനിലെ തീവ്രവാദത്തെ ഇത്തരത്തിൽ പച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തുർക്കിയോട് ഇന്ത്യയുടെ അനിഷ്ടം നാൾക്ക് നാൾ കൂടി വരുന്ന ഘട്ടത്തിലാണ് പുതിയ ചില കാര്യങ്ങൾ നാം കേൾക്കുന്നത്. കോൺഗ്രസിന് തുർക്കിയിൽ വിദേശ ഓഫീസ് ഉണ്ട് എന്നതും അത് പ്രവർത്തനക്ഷമമാണ് എന്നതും, പഹൽഗാം ആക്രമണ വിഷയത്തിലും അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ധൂറിലും വ്യക്തമായ നിലപാട് കണ്ടെത്താൻ കഴിയാത്ത കോൺഗ്രസ് കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങളെ ഇകഴ്ത്താനുള്ള വഴി തേടിയപ്പോൾ അതെല്ലാം ചെന്നെത്തിയത് രാജ്യത്തിന് തന്നെ എതിരാകുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്കാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നിലപാടെന്ന് ഇനിയും വ്യക്തമല്ലാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ തുർക്കി സ്നേഹവും ചർച്ചകളിലേക്ക് എത്തുന്നത്. തുർക്കിയോട് കോൺഗ്രസിനുള്ള ബന്ധം എന്താണ്? കോൺഗ്രസിന് ഒരു ഓഫീസ് തുർക്കിയിൽ ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? കോൺഗ്രസിനെ ന്യായീകരിക്കുന്നവർക്ക് കിട്ടേണ്ട ഉത്തരം നമ്മൾ നൽകേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പണമില്ല എന്ന്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ കേട്ടു കാണും. അങ്ങനെ പറഞ്ഞ് മുതലക്കണ്ണീർ വാർത്ത കോൺഗ്രസിന് എവിടെന്ന് തുർക്കിയിൽ വിദേശ ഓഫീസ് തുറക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരാനുമുള്ള പണം കിട്ടി? തുർക്കിയിൽ ആരാണ് കോൺഗ്രസിനെ സഹായിച്ചത്? കേന്ദ്രം തുർക്കിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ പെട്ടെന്ന് ഇടപെടാൻ എവിടുന്ന് കോൺഗ്രസിന് ആർജവം കിട്ടി? തുർക്കിയിലെ ധനാഢ്യന്മാർ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആര്? അവർക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ? ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ഒട്ടേറെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കോൺഗ്രസിന് സാധിക്കുമോ? കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശിനോടും പവൻ ഖേരയോടും തുർക്കി ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാൻ പോലും സാധിച്ചില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം നിന്ന തുർക്കിയെ ബഹിഷ്കരിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ തുർക്കി ഇടപാട് സജീവ ചർച്ചകളിലേക്ക് വരുന്നത്. തുർക്കിയിലെ ഈ ഓഫീസിന്റെ തലവൻ മുഹമ്മദ് യൂസഫ് ഖാനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായ സാം പിട്രോഡയാണ് IOCയുടെ പ്രസിഡന്റ്. ഇത്തരത്തിലാണ് ബന്ധങ്ങൾ ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് കോൺഗ്രസിൻ്റെതായി നീളുന്നത്. എന്തായാലും ഈ ഒരു ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കൃത്യമായ വിശദീകരണം നൽകാതെ ഇന്ത്യയിലെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാൻ കോൺഗ്രസിന് അധികാരമുണ്ടോ? നിങ്ങൾ തന്നെ പറയുക.